നമ്മുടെ കുട്ടികൾ റെഡിയാണ്. ഇന്നത്തെ ശിശുദിനം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായി പ്രാർത്ഥന. അണഞ്ഞിടുമ്പോൾ നീ കൃപയിൽ 189 നവംബർ 14 ജനിച്ച അദ്ദേഹം ഇന്നിപ്പോ 135 പിറന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് എത്തിക്കാൻ തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു പ്രിയപ്പെട്ട മഹാത്മാവും ഗാന്ധിജിയുമായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ആളിച്ചൊലിപ്പിച്ച ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ. സ്വാഗതം ചെയ്യുകയാണ്. വളരെ വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം ആരുടെയാണ് ഇവിടെ നിങ്ങൾ എത്തിയിരിക്കുന്നത്? ഇന്നത്തെ ദിവസം കുട്ടികളുടെ ദിവസമാണ്. അതല്ലേ ഇന്ന് യൂണിഫോം ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ വന്നേക്കണേ അല്ലേ? കുട്ടികളുടെ ദിവസല്ലേ? ഇന്ന് ആരുടെ ജന്മദിനാണ്? ചാച്ചാജിയുടെ ജന്മദിനാണ്. അത് കാരണം കുറെ എല്ലാവരും പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? മാഷ് പറഞ്ഞ പോലെ എല്ലാവരും ഇന്ന് അടിച്ചു പൊളിക്കുന്ന ദിവസമാണ്. ഇന്ന് പഠിപ്പ് വേണ്ട. ഇന്ന് കുറെ പരിപാടികളൊക്കെ പങ്കെടുത്ത് ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് നമ്മള്. ചാച്ചാജി പറഞ്ഞു വെച്ചിട്ടുള്ളത് കുട്ടികളും പൂക്കളും ഒരുപോലെയുള്ളവരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. കൂടെ അധിക സമയമായിരിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ ഇഷ്ടമുള്ള ആൾക്കാര് കണ്ടമാനുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും പ്രത്യേകം ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഞാൻ പറയുന്നത്. ഞാനൊരു പല സ്കൂളുകളിലേക്കും ഞങ്ങൾ പോകാറുള്ളത് കൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്നുള്ള ഒരു ഫീല് എനിക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിൽ കയറി എടുക്കുമല്ലോ, അതുണ്ടാവും. പല സ്കൂളുകളിലും വളരെ പിന്നാക്കം ആയിട്ട് നിൽക്കണ ശ്രദ്ധിക്കാതെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഇതേപോലെ വരുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ മാഷും ഇവിടുത്തെ ടീച്ചർമാരെ കൂടിയിട്ട് അത് കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ എനിക്ക് ഗവൺമെന്റ് മെമ്പറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഹെൽപ്പ് ഉള്ളതായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീലായത്. ഞാനത് പ്രത്യേകം മാഷോടെ അടുത്ത് പറയുകയും ചെയ്തു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചോളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അറിയൊന്നുമില്ല സർവതും നിന്ദാനം സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ഇവിടുന്ന് പോകാൻ സമൂഹത്തിലെ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് വീടിനും സമൂഹത്തിനും ഉപകാരപ്രദമായ നല്ല മക്കളായി നിങ്ങൾ വളരണം. ഈ ആരവം 2024 ആശംസകളുടെ നറുമലരുകൾ 1000 നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എന്തായാലും നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് ഒരുപാട് നല്ല പ്രോഗ്രാമുകളാണ് ഇവിടെ കാഴ്ചവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ ഗീത ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാവരും നല്ല മക്കളായിട്ട് വളരാം എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി നിങ്ങളോട് ഞാൻ ആശംസിക്കുകയാണ്. ആരവം 2024 അതിന്റെ ആരവം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോ. എല്ലാ കുട്ടികളും പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് വെമ്പി നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു ദീർഘപ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഒരുക്കിയ എല്ലാ രക്ഷാകർത്താക്കളെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും
കുഞ്ഞുമക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ആർക്ക് സന്തോഷം? നിങ്ങൾക്കല്ലേ? അപ്പൊ ഇന്ന് നിങ്ങളുടെ കുട്ടികളുടെ ശിശു ദിനമാണ്, നിങ്ങളുടെ ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങളോട് പുസ്തകങ്ങളൊന്നും പഠിക്കാനുള്ള പുസ്തകങ്ങളൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളിന്ന് കളിക്കാനും ചിരിക്കാനും പരിപാടികൾ അവതരിപ്പിക്കുവാനും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളിലായിരിക്കുക. അപ്പൊ ഏറ്റവും സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നമുക്കിവിടെ അടിച്ച് പൊളിച്ച് തീർക്കാം അല്ലേ? ഞാനാണ് നാളികേരം. എനിക്ക് 3 കണ്ണുകളുണ്ട്. എന്നെ പലതരം കളികളിലാക്കും. എന്നെ മറ്റെടുത്ത് ആട്ടി വെളിച്ചെണ്ണ പ്രശസ്ത കവി ഇ. ജിനൻ മാഷിന്റെ കുരുത്തോലക്കിളി എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. കുരുത്തോല കൊണ്ടു ഞാനെങ്കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി. കുരുത്തോല കൊണ്ടു ഞാനെങ്കിനാവിൽ നിന്നും ഒരു നല്ല ചെന്നു മാറിദേവനെ വരവേൽക്കാന നങ്കരച്ചാരി തനിമിന്നും പാടി മുങ്ങി ചെന്നു കുറ്റി വിദ്യാലയം ഇന്നലെ കണ്ണീർ കണ്ടു കരഞ്ഞു കവിതയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. ഒരു ജിയുടെ പിറന്നാള് നമ്മൾക്കെല്ലാം പെരുന്നാള്. പുഞ്ചിരി തോൽകും ചാച്ചാജി ശിശുരനന്ദന ചാച്ചാജി വെള്ളയുടുക്കും റോസാപ്പൂവ് തൊപ്പി മണിഞ്ഞ ചാച്ചാജി. ചാച്ചാജി വെള്ളയുടുക്കും റോസാപ്പൂവ് തൊപ്പിയിൽ വെച്ച് ചാച്ചാജി. പിടിച്ചു കുഞ്ഞുങ്ങളുടെ ചാച്ചാജി ആകാശം കൂട്ടുകാരി നമ്മളെ സ്വന്തം ചാച്ചാജി ചാച്ചാജി ശിശുദിനമായി നാട്ടിലും കൊണ്ട ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികൾ
അപ്പൊ കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ 12ാം വാർഷികത്തിനുള്ളിലേക്ക് പോയി. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടിയില്ല. ഐ വിഷ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ജന്മദിനമാണ്. അദ്ദേഹം കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദിനം ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ ജന്മദിനമാണ് അന്നേ ദിവസം. നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടികൾ നെഹ്റുവിനെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. Children's Day is celebrated by November 14. November 14 is the birthday of Jawaharlal Nehru. 14 ഭാരതത്തിൽ ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. My teachers, friends and my classmates. Jawaharlal Nehru was born on 14 November 1889 in Allahabad. His parents were Motilal Nehru and Swarup Rani. We celebrate his birthday as Children's Day. Dear Nehruji is the first Prime Minister of India and കാത്തിരിക്കും കളിയാടി വളരെ വളരെ Mama,